ടീച്ചർ ഈ ടൗണിൽ കൂടെ പാട്ട് വഴി നടക്കണം. ഇന്ന് ഇവന്റെ പാട്ട് കേട്ട് വേണം ഈ നാട്ടുകാർ ഉണരാൻ. ഇവിടുന്ന് പാടിയാ മതിയോ? താൻ എന്തൊരു മണ്ടനാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി? ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് ആണ് ഗയ്സ്. യെസ്, ഇന്ന് നമ്മള് ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് ആണ്. ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പല സത്യങ്ങളും ഞാൻ അറിയുകയും ചെയ്യും. പലതും നമുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നു ഗൈസ്. സോ ഇന്ന് നമ്മൾ കിട്ടിയില്ല ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് ആണ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവള് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ കുറച്ചധികം സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അവസാനം ഇത് എന്താവും എനിക്കറിയത്തില്ല. എനിവേ, ഇന്നത്തെ നമ്മളെ കിട്ടിയില്ല ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് വ്ളോഗ് കാണാൻ വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി തുടങ്ങാം. അപ്പൊ എങ്ങനെ നമ്മൾ ട്രൂത്ത് ഓർ ഡെയർ ആദ്യം സെറ്റ് ആക്കേണ്ടത്? ട്രൂത്ത് അപ്പൊ നമുക്ക് റൂൾസ് പറഞ്ഞു കൊടുക്കണ്ടേ? ഓക്കെ, പറഞ്ഞു കൊടുക്കും. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം മാത്രമേ പറയാവൂ. അച്ഛനോട് പ്രത്യേകിച്ച്. അതെന്തിരി ഇവള് പറയുന്ന കേട്ട് ഞാൻ ഫുള്ള് നുണയനാന്ന പോലെ ഉണ്ടല്ലോ. സ്വാഭാവികം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഡെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മൾ രണ്ടുപേരിലും ആരാണ് ഡെയർ ചെയ്യാൻ പോകുന്നത് ചെയ്യുക. അതായത് ഡെയർ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത് അതുപോലെ സാധിച്ചു കൊടുക്കുക. സോ അതാണ് അപ്പൊ ഇന്നത്തെ ടാസ്ക്. പക്ഷെ സാധിച്ചു കൊടുക്കുക എന്ന് പറയാൻ ഹൈലി ടാസ്ക് നമുക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്റെ ആഗ്രഹം. നിന്റെ ഓക്കെ. അപ്പൊ ഡെയർ എങ്ങനെ നമ്മൾ ഇത് ചൂസ് ചെയ്യും, എങ്ങനെ സെലക്ട് ചെയ്യും? അതിന് നമുക്ക് പൂ കൊടുക്കാം. ഓ, അങ്ങനെ നമ്മൾ വീട്ടിലാകുമ്പോഴത്തേന് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഒരു പൂവ് അപ്പുറത്ത് നല്ല റോസാപ്പൂ ഉണ്ട് കേട്ടോ. വേണ്ട, അത്രയ്ക്കൊന്നും ഇല്ല. ആ റോസാപ്പൂ എടുത്ത മമ്മി നമ്മളെ ഇടിച്ചു കൊല്ലും. ഈ ഒരു പൂവും ഒരു പച്ച ഇലയും. പൂ ട്രൂത്ത്, ഇല നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ട രീതിയിൽ എടുക്കുക. എടുത്തതിന് ശേഷം ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താവും തരത്തില് ട്രൂത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കൊണസ്റ്റ് ചോദിക്കും. സെറ്റായോ? ഗൈസ്, നമ്മൾ സെലക്ട് ചെയ്യും. എനിക്കൊന്ന് ആലോചിക്കണ്ടേ. ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് അന്യ കോറ്റാവട്ടെ ഗൈസ്. ട്രൂത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് എന്തെങ്കിലും കൊണച്ച് ചോദിക്കും. ഡെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്തു തരണം. അതാണ് പ്രശ്നം. എങ്കില് നമുക്ക് ഇത് മതി. ഓ മൈ ഗോഡ്, ഡെയർ ആണ് ഗൈസ്. എന്റെ ദൈവം. പറ, ഡെയർ പറഞ്ഞോളൂ. എന്ത് വേണേലും ഞാൻ ചെയ്ത് അതിനകത്ത്. ഇപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ട പറഞ്ഞു? നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. പിന്നെ അല്ല, നീ എന്താണ് ഉദ്ദേശിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തായാലും മഴയൊക്കെ പെയ്യുമല്ലേ, എനിക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലം നീ എനിക്ക് കാണിച്ചു തരണം. വ്യൂ? ഇപ്പൊ ഈ സമയത്ത് വ്യൂ ഉള്ള സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ നാട്ടിലെല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എനിക്കത് കാണിച്ചു തന്നേ പറ്റൂ. അതാണ് ഞാൻ തരുന്ന ഡെയർ. നിനക്ക് അംഗീകരിക്കുന്ന? യെസ്. വല്ലാത്തൊരു ഡെയർ ആയി പോയല്ലോ. ഇത് ട്രൂത്ത് മതിയായിരുന്നു ഗൈസ്. അമ്മൂട്ടിനെ എന്നാ പിന്നെ അമ്മൂട്ടി ഡെയർ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ റെഡി ആയിക്കോ. ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടോ ഗൈസ്. ഇന്ന് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ അമ്മൂട്ടിയുടെ ഡെയർ ഇതാ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞാൻ കൊണ്ട് നടത്തിയിരിക്കുന്നത്. കാരണം നല്ല കാറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ. കാറ്റും അതുപോലെ അപ്പുറത്ത് മഞ്ഞും മലയും ഒക്കെ ആയിട്ട് കിടില ഒരു പ്ലേസിലാണ്. ഉദ്ദേശം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ എന്റെ സബ്സ്ക്രൈബ്സിനെ കൂടെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലായി. എന്നെ ഈ ഇവിടെ എത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഞാനേ ആകെ ഡൗട്ട് ആയിരിക്കായിരുന്നേ, എങ്ങനെ ഇവർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴത്തേന് നൈസായിട്ടൊരു മഴയും വന്നു. അതുപോലെ തന്നെ നല്ല കോട മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാ കറക്റ്റ് ഈ സ്പോട്ടിലേക്ക് എന്നെ പിടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അമ്മൂട്ടിയുടെ ഡെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ്? ഓ, അങ്ങനെയാണോ? അമ്മൂട്ടി എല്ലാം പറിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇത് ട്രൂത്ത്, ഇതാണ് ട്രൂത്ത്, ഇത് ഡെയർ. മാറ്റി പിടിക്കാൻ പോവുകയാണ്. നല്ല സ്പോട്ടിൽ വന്നിട്ടാണല്ലോ ട്രൂത്ത് വന്നേക്കുന്നത്. നല്ലൊരു ഏരിയ. ഞാൻ ടിൻചനോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ചേട്ടന്മാരൊക്കെ വന്ന് കൈ കാണിച്ചിട്ട് പോകും. ടിൻചന്റെ ഫസ്റ്റ് ലവറിന് എഴുതിയൊരു പാട്ടുണ്ട്, അത് പാടുക. ഫസ്റ്റ് ലവറിന് എഴുതിയ പാട്ടോ? അത് ട്രൂത്ത് ആണോ? അത് സത്യമല്ലേ? ആ പാട്ട് എനിക്കറിയാം. നീ കറക്റ്റ് പാടിയില്ലേ? എനിക്ക് ആ പാട്ട് ഓർമ്മയില്ല. നീ ഒന്ന് കാണിച്ചാ നിന്റെ ട്രൂത്താണോ?
എനിക്ക് പാട്ട് ഓർമ്മയില്ല. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒന്ന് പറഞ്ഞേ ആ പാട്ട് എങ്ങനെയാണ്. അയ്യോ എനിക്ക് ഓർമ്മയില്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. സത്യം എനിക്ക് ഓർമ്മയില്ല. അതെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ലടി കുട്ടി. ഇല്ല ഇവര് കൊറേ ഉള്ളതുകൊണ്ട് ഇതിൽ ഏതാണ് ഡൗട്ട്? അതെ അതെ നിനക്ക് പാടിയ പാട്ട്. എനിക്ക് പാടിയ പാട്ട് നീ പാട്. എനിക്ക് പാട്ടൊന്നും കിട്ടുന്നില്ല കുട്ടി. ആണോ? അന്ന് അടുത്ത ട്രൂത്ത് തരാം. ഓർമ്മയില്ല. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്റെ ഫസ്റ്റ് ലവറിന്റെ പേര്. ഇതൊക്കെ മോശമല്ലേ ഇതെന്ന് പറയുന്നത്? എന്റെ വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? ആരും എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത്. ഫസ്റ്റ് ലവിന്റെ പേരോ? ഫസ്റ്റ് ലവിന്റെ പേര് കൊറേ ഉണ്ട്. ലവിന്റെ പേര് ശ്രുതി. നീയല്ലടാ പറഞ്ഞ പൊന്നു വന്ന്. അങ്ങനെയുണ്ട്. ശ്രുതിയുണ്ട്, ശ്രുതിയുണ്ട്, സൈഡിൽ കൂടെ പൊന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ അമ്മും ഉണ്ട്. അങ്ങനെ കുറച്ചധികം. പക്ഷെ ഇതിനകത്ത് ഏതാന്ന് ചോദിക്കുമ്പോഴത്തേന് നമുക്ക് ആകെ ഡൗട്ടാ. കാരണം പകുതി വൺ വേ ലവ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഐസായിട്ട് വിട്ടു. അമ്മൂട്ടിക്ക് ട്രൂത്ത് ഓർ ഡെയർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ടിൻഷൻ എടുത്തോ, അത് കളഞ്ഞു. ടിൻഷൻ വേറെ എടുത്തോ. നമുക്ക് എവിടുന്ന് എന്തെങ്കിലും സ്പോട്ട് കിട്ടുന്നു അത് എടുക്കുക. റെഡി? ഓക്കെ, ഇതെടുക്കാം. പറഞ്ഞോ. ടിൻഷൻ പറയണ്ടേ? ഓക്കെ ഞാൻ പറയാണ്. നിന്റെ ഡെയർ നല്ല ഈ മഴയത്ത് ഒരു കട്ടൻ ചായ ഒരു പഴംപൊരിയും കഴിക്കണം. കട്ടൻ ചായയോ? ഈ കാട്ടിലോ? അപ്പൊ ഇവളുടെ ഡെയർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ ഇവൾക്ക് നേരെ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു വെതറിൽ നമ്മൾ നല്ല ചൂട് കട്ടൻ ചായയും പഴംപൊരിയും മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ നേരെ നമുക്ക് ചൂട് കട്ടൻ ചായയും പഴംപൊരി ഒബ്ലും ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പോയി നോക്കാം. പഴംപൊരി ഉണ്ടോ കേട്ടോ? ഓക്കെ, നിന്റെ ഡെയർ സക്സസ് ആയില്ലേ? ഒരു കട്ടൻ, ചൂട് കട്ടൻ, ഒന്നും അല്ലാത്ത ചായ, പിന്നെ രണ്ട് പഴംപൊരി അല്ലേ? പഴം ബജ്ജി പറയും. ആണോ? ഒരു പഴംപൊരി ഇല്ല, പഴം ബജ്ജി ആയാലും കുഴപ്പമില്ലല്ലോ. മഴ, നല്ല ചൂട് പഴംപൊരി. പഴം ബജ്ജി എങ്ങനെയുണ്ട്? ഇപ്പം കട്ടൻ ചായയും കൂടെ ഇവിടെ എത്തും. ഡെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അമ്മൂട്ടി. അമ്മൂട്ടി, യു ആർ ഹാപ്പി? എന്താ ടാസ്ക് ചെയ്യണ്ടേ? മനസ്സിലായോ? നേരത്തെ വീഡിയോയില് ടിൻഷൻ അല്ലേ ഡെയർ എടുത്ത്, എന്നിട്ട് ഞാൻ പറയുന്ന ടാസ്ക് അല്ലേ ടിൻഷൻ ചെയ്യേണ്ടത്. ടിൻഷൻ ഡെയർ എടുത്തിട്ട് ടിൻഷൻ എനിക്ക് ഞാൻ പറഞ്ഞ ടാസ്ക് അല്ലേ ടിൻഷൻ എനിക്ക് ചെയ്തു തന്നെ. ഞാനത് പൊട്ടനാണോ? ഇത് മറന്നുപോയി. പിന്നെ പോട്ടേന്ന് ആ മൂടിൽ എനിക്കും ചായ കുടിക്കണം ആഗ്രഹമുണ്ട്. ഇവിടെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചാ ശരി എന്നാ പിന്നെ എനിക്കും എടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷമായി. ശശിയായ അവസ്ഥയായി പോയി. ഇനിയിപ്പോ ഞാൻ തന്നെ വീണ്ടും ടാസ്ക് ഏറ്റെടുക്കേണ്ട അവസ്ഥയാവൂലോ. ഓ മൈ ഗോഡ്, ഇത് ആകെ പോലെ ചളിയായ അവസ്ഥയായി പോയല്ലോ. ചമ്മി നാറിപ്പോയി ഗൈസ്. ഗൈസ്, നമ്മള് ട്രൂത്ത് ഡെയർ ചെയ്ത് അവസാനം നമ്മൾ വന്നപ്പോഴത്തേന് നല്ല മഴ കേട്ടോ. നമ്മള് കട്ട പോസ്റ്റായി. അതെ, കുറെ നേരമായി ഗൈസ് നമ്മളിങ്ങനെ പോസ്റ്റായി നിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഇത് കണ്ടില്ലേ, അണ്ടാറ് മഴയാണ് കേട്ടോ. ഇത് നോക്കി, ഇത് മേഘം ഇങ്ങനെ ഇരുണ്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്റെ ടാസ്ക് ആണ് കേട്ടോ. ഓക്കെ, കൊടുക്കാൻ വേണ്ടി പോയാണ്. ഇതാണ് നമ്മുടെ അടുത്ത. നമുക്ക് ഈ വേറൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ എടുത്ത് ഇതിനകത്ത് കണക്ട് ഇത് ട്രൂത്ത്, ഇത് ഡെയർ. ഓക്കെ, വേഗം എന്നെടുക്കടേ. ഇത് മോനെ, ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് ഡെയറാ മുടി 6 മണിക്കൊക്കെ ഞാൻ ചെയ്യേണ്ടത്? മഴയും കേറി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് ടിൻഷന് തരാൻ പോകുന്ന ടാസ്ക് എന്ന് വെച്ചാൽ ടിൻഷൻ എന്തായാലും പാട്ടറിയാലോ.
നിനക്കെന്നെ പേടിയുണ്ടോ? ലൈറ്റ് എല്ലാം കത്തി കേട്ടോ എല്ലാവർക്കും. ദൈവമേ, ടീച്ചറ് ഈ ടൗണിൽ കൂടെ പാട്ട് വഴി നടക്കണം. ഓക്കെയാണോ? ഇങ്ങനെ എന്റെ അമ്മക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, ലൈറ്റ് എല്ലാം കത്താൻ തുടങ്ങി. ഇന്ന് ഇവന്റെ പാട്ട് കേട്ട് വേണം ഈ നാട്ടുകാർ ഉണരാൻ. ചമ്മാൻ തുടങ്ങി. ഉണരും ഉറങ്ങും ദൈവത്തിനറിയുന്നു. ഓക്കെ, നോക്കാം. ഞങ്ങളിത് മഴയത്തേക്ക് പതിയെ ഇറങ്ങി കേട്ടോ. ഇത് വല്ലാത്തൊരു ടാസ്ക് ആയി. ഇവിടുന്ന് പാടിയാ മതിയോ? ഇത് ടൗൺ ആയില്ലേ? ഇത്ര ആൾക്കാരില്ലേ? ദൈവമേ, ആയോ? ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ, കൊഞ്ചും കാലിത്തന്നെ. മതിയോ? ഇത് അവിടെ എല്ലാരും നോക്കുന്ന അമ്മൂട്ടി, എല്ലാരും നോക്കുന്നത്. ടാസ്ക് കംപ്ലീറ്റ് ആക്കിയേ. ഓക്കെ, യെസ് ഗായ്സ്, അടുത്ത കഴിയും വന്നു കേട്ടോ. ടാസ്ക് കംപ്ലീറ്റ് ആക്കി. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ല. കാരണം കണ്ടില്ലോ, മഴ കൂടി തുടങ്ങി. അപ്പൊ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടാസ്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഈ ട്രൂത്ത് ഓർ ഡെയർ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ഇറങ്ങണം. ഇത് സമയം ഈവനിങ് ആയ സമയത്താണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? അപ്പം മഴയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നോക്കി ഇറങ്ങിയതാണ്. പക്ഷെ നമ്മള് മഴ സമ്മതിക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് നമ്മുടെ ടാസ്ക് കുറച്ച് ടാസ്ക് ആയി പോയത്. അപ്പൊ ഇനി നമ്മൾ അടിപൊളിയായിട്ട് ടാസ്കുകളൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പൊ അതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.